بسم الله الرحمن الرحيم. വകദാ ഇതേ പ്രകാരം തന്നെയാകുന്നു അന്തി തൽഖത്തുൻ എപ്രകാരം തന്നെ കിനായത്തല്ലേ എണ്ണും അല്ല എണ്ണൂല എന്നാ എന്തിലാ എണ്ണിയത് അല്ല അത് അന്തി ത്വാലു എന്ന് പറഞ്ഞതല്ലേ അന്തി ത്വാലീൻ വകദാ ഇതേ പ്രകാരം തന്നെയാകുന്നു ഏത് അന്തി ത്വൽഖത്തുൻ നീ ഒരു തലാഖാകുന്നു എന്താവില്ല തലാഖാവോ മുബ്തദാ ഖബർ യോജിക്കുന്നില്ലല്ല അന്തി നീ ത്വൽഖത്തുൻ ഒരു തലാഖാകുന്നു ഔ നിസ്ഫു തൽഖത്തിൻ ഒരു തലാഖിന്റെ പകുതിയാകുന്നു അതുപോലെ അന്തി വതൽഖത്തുൻ മർഫൂആയിട്ട് വായിക്കണം എന്നാ അന്തി വതൽഖത്തുൻ അവിടെ ഖബർ കളയപ്പെട്ടതാണ് അന്തി വതൽഖത്തുൻ മുഖ്തരിനാനി എന്നർത്ഥം ഖബർ കളയൽ നിർബന്ധമായ സ്ഥലം മർഫൂആക്കിയിട്ട് അവിടെ വായിക്കണം മൻസൂബാക്കൽ ജായിസല്ല وبعد لولا غالبا حذف الخبر حتم وفي نصي يمين ذا استقر وبعد واو عينت مفهوم مع كمثل كل صانع وما صنع كل صانع وما صنع مقترنان مرفوع وبعد واو عينت مفهوم مع ما عندما كل واو كمثل كل صانع وما صنع كل صانع എല്ലാ പ്രവർത്തിക്കുന്ന ആളും വമാ സനഅ അവൻ പ്രവർത്തിച്ചതും എന്ന് പറഞ്ഞാൽ അവിടെ വാവിന് മാൻ്റെ മാനയാണ് ഖബർ കളയപ്പെട്ടതാണ് അൽഫിയ ഇബ്തിദാഇന്റെ ബാബിലുണ്ടല്ല 139 140 അത് പറയാൻ കാരണം വാവ് ഉണ്ടായാൽ ഖബർ കളയപ്പെട്ടതായിട്ടാണ് സങ്കല്പിക്കേണ്ടി അപ്പം എന്തായി അന്തി വതൽഖത്തുൻ മുഖ്തരിനാനി എന്നാണ് ജുംഹൂർ പറഞ്ഞത് അവിടെ കൂഫിയൂനയും അഖ്ഫശും പറഞ്ഞത് അൽ വാവു ബിമാനാമ ഖബർ സങ്കല്പിക്കലല്ല പിന്നെ മായൻ്റെ സ്ഥാനത്താണ് അന്തി വതൽഖത്തൻ എന്ന് പറഞ്ഞൂടെ മഫ്ഊലൻ മഅഹു ആക്കിക്കൂടെ അവിടെ ചില ആൾക്കാർ നസ്ബായിട്ട് വായിക്കാൻ നോക്കീനി അന്തി നീ വതൽഖത്തൻ എന്തിനോടൊപ്പമാണ് സബുതാലിൽ വാവി മഫ്ഊലൻ മഅ ഫീ നഹ്വി സീരി വതരീഖ മുസ്രിയാ بما من الفعل وشبهه سبق ذا النصب لا بالواو في القول اللحاق مفعول ما هو വാവിലുണ്ട് അൽഫിയയിൽ 312 313 ബൈത്തിൽ ഇസ്തവൽ മാഉ വൽ ഖസബത യുസബു താലിൽ വാവി മഫ്ഊലൻ മഅ വാവിൻ്റെ ശേഷമുള്ളത് മഫ്ഊലൻ മഅഹു എന്ന നിയമം വെച്ചുകൊണ്ട് നസ്ബ് ചെയ്യണം ഫീ നഹ്വി സീരി വത്തരീഖ മുസ്രിയാ സീരി വത്തരീഖ പക്ഷേ എന്ത് വേണം ബിമാ മിനൽ ഫിഇലി വശിബ്ഹിഹി സബഖ് ബിമാ മിനൽ ഫിഇലി വശിബ്ഹിഹി സബഖ് ഈ നസ്ബ് കിട്ടണ്ടെങ്കിൽ ഫീല് മുൻകിടക്കണം അല്ലെങ്കിൽ ഫീല് പോലാത്തത് നസ്ബു ലാ ബിൽ വാവി ഫിൽ ഖൗലിൽ ലഹാഖ് ഈ വാവ് വെറുതെ നസ്ബ് കിട്ടോ ഇല്ല അപ്പം പറ്റില്ല അന്തി വതൽഖത്തുൻ തന്നെ വായിക്കണം ഔ മാ തൽഖത്തിൻ അന്തി മാ തൽഖത്തിൻ ഇവിടെ എന്തില്ല ഇല്ലില്ല ഔ ഫീഹ
അന്തി ഫീ തൽഖത്തിൻ. അതുപോലെ ലക്കി തൽഖത്തുൻ, ലക്കി തൽഖത്തുൻ ഔ ലക്കി അത്വലാഖു. ഇവിടെയും എന്തില്ല? എന്തില്ല? തലാഖില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അലൈക്ക് തലാഖു, തലാഖ് ഉണ്ട് അവിടെ. ഉലിമ മിമാ തഖററ, 8-ാം പേജിൽ പറഞ്ഞതിൽ നിന്ന് കിട്ടി. 8-ാം പേജിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് പോലും. അന്തി തവാലിഖൂൻ, സീഗ തെറ്റിച്ചത്, ഇഫ്രാദാക്കണ്ടടുത്ത് ജമ്മാക്കിയത്. ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്ന അതാണ് 8-ാം പേജിലുള്ള അന്തി തവാലിഖു എന്ന് പറഞ്ഞ സ്ഥലം. മിമ്മറ 7,219 220 നിക്കാഹിന്റെ സീഗ വായിച്ചു പോയാൽ ഒന്നുമില്ല. ഫീ സീഗത്തി നിക്കാഹി, നിക്കാഹിന്റെ സീഗ മാറ്റം വന്നു പോയാൽ ഒന്നുമില്ലാന്ന് 7-ാം ജുസിയിലുണ്ട്. 7,219 220. അതിൽ നിന്നും കിട്ടി അന്നൽ ഖതാ ഫി സീഗത്തി, സീഗയിലുള്ള പിഴവ് ഇദാലം യുഖില്ല ബിൽ മഅന, ആ പിഴവ് മഅനാക്ക് മുടക്കം വരുത്തുന്നില്ലെങ്കിൽ, മഅനാക്ക് താറുമാറ് വരുത്തൂലെങ്കിൽ ലാ യദുറു, നഹവിയായ നിയമങ്ങളൊന്നും പരിഗണിക്കണ്ട. മഅന മാറുമെങ്കിലേ ഇടങ്ങേറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഏതുപോലെ കഹുവ, പിഴവ് പറ്റും പോലെ, ബിൽ ഏറാബി, ഏറാബിൽ പിഴവ് പറ്റും പോലെ പൊറുക്കപ്പെടും. തലാഖാവലിനെ തൊട്ട് തടയോ? ഒമിൻഹു, സീഗയിലുള്ള പിഴവിൽപ്പെട്ടത് തന്നെയാണ് മാ ലൗ ഖാതബ സൗജതഹു, മാ ലൗ ഖാതബ സൗജതഹു, ഒരുത്തൻ അഭിമുഖീകരിച്ചു തൻ്റെ ഭാര്യയെ, ബിഖൗലിഹി അൻതുന്ന അൻതുന്ന താലിഖൂൻ, അന്തി എന്ന് പറയേണ്ട അടുത്ത് അൻതുന്ന, ബുദ്ധിമുട്ടുണ്ട? അന്തുമാ താലിഖുൻ, അന്തി എന്ന് പറയേണ്ടേ ആ ഇഫ്രാദിന്റെ സ്ഥാനത്ത് തസ്നിയ ഉപയോഗിച്ച് പ്രശ്നമുണ്ട? വാൻ തഖൂല ലഹു, പെണ്ണ് പറയുക സൗജിനോട്, ത്വല്ലിഖി നീ, ത്വല്ലിഖ് നീ. ആ സമയത്ത് ഫയഖൂല, ദൗഹിദ പറയുന്നു, ഹിയ തൽഖത്തുൻ, അത് യഥാർത്ഥത്തിൽ പിഴവ് എന്ന് പറയാനുള്ള ഇൽത്തിഫാത്ത് എന്നും പറഞ്ഞാലും മതി. പിഴവ് തന്നെ നർപ്പിച്ചൂടാ. അന്തി തൽഖത്തുൻ എന്ന് പറയേണ്ട സ്ഥലത്ത് ഹിയ തൽഖത്തുൻ ഭാര്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു. അത് സീഗന്റെ പിഴവായിട്ടാണ് കൊടുത്തത്. അത് ആകാം ഖിതാബിൽ നിന്ന് ഗൈബത്തിലേക്കുള്ള ഇൽത്തിഫാത്തും ആയിക്കൂടെ? അതുകൊണ്ടൊന്നും സീഗക്ക് മുടക്കം വരോ? ഇല്ല. ഫലാ യുഖ്ബലു ഇറാദത്തു ഗൈരിഹാ, വേറൊരു പെണ്ണിനെയാണ് കരുതിയത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവന്റെ ഭാര്യന്റെ തലാഖ് തന്നെ ആകും. പക്ഷേ ലാഹിറിൽ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. ഫലാ യുഖ്ബലു ഇറാദത്തു ഗൈരിഹാ എന്ന് പറഞ്ഞാൽ അവന്റെ സൗജത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടോ? ഇല്ല. പക്ഷെ അവനും അള്ളാഹും തമ്മിൽ എന്താക്കാം? അങ്ങനെയാ കരുതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ജനങ്ങൾക്ക് അത് കൂട്ടാക്കാൻ കഴിയോ? പെണ്ണിന്റെ ചോദ്യം മുൻകടക്കൽ യസ്രിഫുൽ ലഫ്ള ഇലൈഹാ, ലഫ്ളിനെ ആരിലേക്ക് തന്നെ തിരിച്ചു?
കരീനത്തു ലാഹിറത്തില്ലേ, എന്നെ തലാഖ് ചെല്ലുവീൻ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഹിയ താലിഖുൻ എന്ന് പറയുമ്പം ഈ ഹിയ കൊണ്ടുള്ള മുറാദ് ആര് തന്നെയാണ്? അമിൻ സമ്മ. ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ലൗലം യതഖദ്ദം ലഹാ ദിക്റുൻ, അവളെ പറ്റി യാതൊരു പരാമർശവും ഇല്ലെങ്കിലോ, ഒന്നുമില്ല എന്നെങ്കിൽ റജഅ, ഈ വാക്ക് മടങ്ങും, റുജിയ മടക്കപ്പെടും, റജഅ ഈ വാക്ക് മടങ്ങും, ബിനിയ്യതിഹി ഇതിലേക്ക് അവൻ്റെ കരുത്തിലേക്ക് മടങ്ങും. ഈ സീഗ ഇനി അവൻ്റെ കരുത്ത് പോലെ ഇരിക്കും സംഭവിക്കൽ. അല്ലെങ്കിൽ റുജിയ തീരുമാനിക്കപ്പെടേണ്ടത് അവൻ്റെ നിയ്യത്ത് നോക്കിയിട്ടാണ് മജ്ഹൂലാക്കിയിട്ട്. എവിടെ? അന്തി താലിഖുൻ, അന്തി താലിഖുൻ നൃത്തം പറഞ്ഞ് അവളാന്ന സ്ഥലത്തും ഇല്ല. അവിടെ എന്ത് വേണം? നിയ്യത്ത് വേണം. വഹിയ താലിഖുൻ എന്ന് പറഞ്ഞു, അവൾ ഇവിടെ തന്നെ ഉണ്ട്, ചോദ്യമൊന്നും കിടന്നിട്ടുമില്ല. എന്നാൽ എന്തിലേക്ക് ആവശ്യമായി? ഇനി അഫ്ആലുൽ മുഖാറബന്റെ ഒരു ചർച്ചയിലേക്കാ പോകുന്നു. അഫ്ആലുൽ മുഖാറബ അത് നഹ്വിൽ തന്നെ ഒരു ചർച്ചയാക്കി വെക്കുന്നുണ്ട്. മുഖാറബന്റെ ഫീല് എങ്ങനെയാ മാന വെക്കുക? മുഖാറബന്റെ ഫീലില്ലേ, കാത പോലത്തെ അടുത്തായി അടുത്തായി എന്നെല്ലാം പറയുന്നേ, അവിടെ എങ്ങനെയാ പ്രയോഗം കാതയെ പറ്റി? കാത, കാതയിൽ നഫി കടന്നാൽ മുസ്ബത്തായി രൂപാന്തരപ്പെടുമോ? ഇല്ല ഇല്ല, നഫിയായിട്ട് തന്നെ വാക്യം, നഫിയായിട്ട് തന്നെ വാക്യം. നഫിയിൽ കാത കടന്നാൽ ഈജാബാകുമോ? ഇല്ല ഇല്ല, നഫി തന്നെ. ഈജാബിൽ കാത കടന്നാൽ നഫിയായി മാറോ? മാറൂല എന്നല്ലേ അസഹ്. അവിടെ മാറ്റമായിട്ട് നഹ്വിൽ തന്നെ തീരുമാനമുണ്ട്. അങ്ങനെയല്ല, അങ്ങനല്ല പോലും. പിന്നെ പിന്നെ എങ്ങനെയാന്ന് പോലും? ഈജാബിൽ കാത കടന്നാൽ മംഫിയാകും, മംഫിയിൽ കാത കടന്നാലോ? അതിനെ അവർ ദുർവ്യാഖ്യാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സംഭവം നോക്ക്. അന്നല്ല സഹഫി അഫ്ആലിൽ മുഖാറബ, മുഖാറബന്റെ ഫീലുകളിൽ അന്ന ഇസ്ബാതഹ ഇസ്ബാത്തു, കാത പോലുള്ളതിൽ ഇസ്ബാത്ത് കടന്നാൽ എന്തെന്നെ വനഫിയഹ നഫിയുൻ കബഖിയത്തിൽ അഫ്ആൽ. ഉദാഹരണമായി പറഞ്ഞാൽ കാദ സൈദുൻ അൻ യഖൂമ, കാദ സൈദുൻ അൻ യഖൂമ, അതിന്റെ മാന ഖറബ സൈദുൻ മിനൽ ഖിയാമീൻ. ഖറബ സൈദുൻ, സൈദ് ഇതാ അടുത്തായി, മിനൽ ഖിയാമീ. മാ കാദ സൈദുൻ അൻ യഖൂമ, സൈദായിട്ടേ ഇല്ല, യഖൂമ. അവിടെ മാന എന്താ? ലം യഖ്റുബ് സൈദുൻ മിനൽ ഖിയാമീ, സൈദ് ഖിയാമിനോട് അടുത്തിട്ട് പോലും ഇല്ല. കുല്ലിൻ ഫൽ ഖിയാമു മുൻതഫിൻ, രണ്ട് കോലത്തിലും ഇവിടെ എന്തില്ല? ഖിയാമില്ല. ഇസ്ബാത്തിന്റെ കോലത്തിലും ഇല്ല. പിന്നെ ഈ രൂപത്തിലാണ് മാന വെക്കേണ്ടത്. കാദ സൈദുൻ അൻ യഖൂമ, സൈദ് നിൽക്കാൻ അടുത്തു, ഇതുവരെ നിന്നിട്ടില്ല. മാ കാദ സൈദുൻ അൻ യഖൂമ, അടയോ സൈദ് നിൽക്കാൻ അടുത്തിട്ട് പോലും ഇല്ല. അപ്പൊ രണ്ട് രൂപത്തിലും എന്ത് വരുന്നില്ല? ഇല്ല. ഖിയാമ് സംഭവിച്ചോ? ഒരു ഖീല, അത് രണ്ടാം നമ്പർ ഖൗലാണ്, അത് നഹ്വിൽ തന്നെ ഉണ്ട് അങ്ങനെ അഭിപ്രായം. ഇന്ന ഇസ്ബാതഹ നഫിയുൻ, കാതയിൽ ഇസ്ബാത്ത് വന്നാൽ എന്തായി?
നഫിയായി. നഫിയഹ ഇസ്ബാത്ത്. എന്താണ് അവരുടെ മാനപ്രകാരം കാദ സൈദുൻ അൻ യഫ്അല, കാദ സൈദുൻ അൻ യഫ്അല എന്ന് പറഞ്ഞാൽ സൈദ് ലം യഫ്അൽ. കാദ സൈദുൻ അൻ യഫ്അല എന്ന് പറഞ്ഞാൽ മാന ലം യഫ്അൽ. കാരണം എന്തിലാ കടന്നത്? കാദ മുസ്ബത്തിൽ. അപ്പം എന്തായി മാറും? അങ്ങനെ വെക്കാൻ കാരണം യകാദു സൈതുഹ യുളിയു, സൂറത്തു നൂർ 35 അവർ ഉപയോഗിച്ചത്. യകാദു സൈതുഹ, ആ മരത്തിൻ്റെ സൈത്തെണ്ണയായിരിക്കുന്നു, അടുത്തായിരിക്കുന്നു. യുളിയു, അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു അന്നഹു ലം യുളി, എന്തായിട്ടില്ല, ആ പ്രകാശിക്കേണ്ടതായിരുന്നു. യകാദു സൈതുഹാ യുളിയു, അതിൻ്റെ മുറാദ് എന്താ? ഇല്ല. അപ്പോ ഇസ്ബാത്തിൽ കാദ കടന്നപ്പോൾ എന്തായി? ഇതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അന്നഹു ഫഅല എന്നാണ്. പണ്ടേ ചെയ്യേണ്ട സമയത്ത് ചെയ്തു, ഇനി അടുക്കാനൊന്നും ഇല്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു. നഫീക്കത്ത് കാദ കടന്നാൽ എന്തായി? മുസ്ബത്തായി. മാ കാദ സൈദുൻ അൻ യഫ്അല, ഈ സാനിക്കാരുടെ അഭിപ്രായം പറയും, എന്തായി? മുസ്ബത്തായി. ലം യഖ്തസിർ അലാ മുഖാറബത്തിൽ ഫീലി, ഫീലിനോട് അടുക്കുക മാത്രമല്ല ചെയ്തത്, ബൽ ഫഅലഹു, ചെയ്യുക തന്നെ ചെയ്തു എന്നർത്ഥം. ഇങ്ങനെ പറയേണ്ടി വന്നത് എന്താന്നാ? പശുവിനെ അറക്കാൻ പറഞ്ഞ ഒരർത്ഥ ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ. അൽ-ബഖറ 71. ഒരു കൂട്ടരോട് പശുവിനെ അറക്കാൻ പറഞ്ഞു, ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ, അവർ പശുവിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, വമാ കാദു യഫ്അലൂൻ, അറവിനെ തൊട്ട് അവർ വിട്ടുനിന്നില്ല, അറുക്കേണ്ട സമയത്ത് എന്താക്കുക തന്നെ ചെയ്തു. ഇങ്ങനെയല്ലേ വമാ കാദു യഫ്അലൂൻ വെച്ചത്. അപ്പം മാക്കാദിന്റെ മുറാദ് എന്താ? മുസ്ബത്താണ്. അന്നഹും ഫഅലൂ എന്നാണ്. കാരണം ഫദബഹൂഹ എന്നുണ്ടല്ലോ. പക്ഷേ മുഅ്തമദുകാർ അതിനെ തകർത്തി. ഫദബഹൂഹ, അവർ അറുത്തു. നേരത്തെയാണെങ്കിൽ വമാ കാദു യഫ്അലൂൻ, അർക്കൂല എന്ന് മാത്രമല്ല, അറിവിനോട് അടുക്കുക പോലും ചെയ്യില്ല നേരത്തെ. ഇപ്പല്ല, ഇപ്പം ഫദബഹൂഹ. ആ രൂപത്തിലാ തഫ്സീർ മുഅ്തമദുകാർ കൊണ്ടുപോയത്. ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ. എന്താണ് ഇപ്പം പിന്നെ അവർക്ക് നേരത്തെ ആണെങ്കിൽ വമാ കാദു ഖബലു, തൊട്ട് മുമ്പ് അവർ അർക്കലുമായിട്ട് അറിവിനോട് അടുക്കുക പോലും ഇല്ലായിരുന്നു. അങ്ങനെയല്ലേ മാന വേണ്ടത്. ഈ സാനിയായ മാനയാണ് ബഗവി ഇമാം ഉപയോഗിച്ചത്. മാ കിത്തു അൻ ഉതല്ലിഖകി, ഞാൻ നിന്നെ തലാഖ് ചെല്ലാൻ അടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ഏതോ കാലത്ത് തീർന്ന്, ഇനി അടുക്കാനൊന്നും ഇല്ല. മാ കിത്തു അൻ ഉതല്ലിഖകി എന്താ? യകൂന ഇഖ്റാറൻ ബിത്തലാഖി, ഈ വാക്കുകൊണ്ട് തലാഖായി എന്നല്ല, ഇതിനു മുമ്പ് തന്നെ എന്ത് നടന്നു കഴിഞ്ഞു എന്ന്. ഈ അർത്ഥം ബാത്തിലാണ് എന്ന് നിഹായ വെട്ടി തെളിയിക്കുന്നുണ്ട്, ഉസ്മൂനി ഉദ്ധരിച്ചുകൊണ്ട്. ഉസ്മൂനിന്റെ ലഫ്ള് നിഹായന്റെ ലഫ്ള്. ബഗവി പറഞ്ഞില്ലേ, ലൗഖാല മാക്കിത്തു അൻ മുതല്ലിഖകി എന്ന് പറഞ്ഞാൽ കാന ഇഖ്റാറൻ ബിത്തലാഖി, പണ്ടേ 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 എന്തായി എന്ന് പറഞ്ഞതിൽ മഹാന്മാർ എതിർത്തിട്ടുണ്ട്. കാദയിൽ നഫി കടന്നാൽ ഇസ്ബാത്ത് ആവൂല എന്നല്ലേ നിയമം പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ഉർഫ് കൊണ്ട് അമൽ ചെയ്തു അവർ ഉത്തരം പറയും. കാണിക്കാറ്
അങ്ങനെയെല്ലാം ആണെങ്കിലും മാക്കിത്തു എന്നുത്തല്ലിഖി എന്ന ഈ പദത്തിൽ സാധാരണഗതിയിൽ ജനങ്ങൾ ഗ്രഹിക്കുന്നത് എന്താണ്? തലാഖ് പണ്ടേ എന്തായി നടന്നു കഴിഞ്ഞു. അപ്പോൾ ഉറുഫിൻ്റെ മേലെ നടത്തിയിട്ടാണ്. ഇവിടെ എന്തുണ്ട് എന്ന് പറയും? തലാഖ് ഉണ്ട് എന്ന് നഹവിന്റെ നിയമം പിടിച്ചിട്ട് എന്താവൂല, പറയാൻ കഴിയോ? ഖാലൽ ഉസ്മൂനി അൽമാന മാ ഖാറബ്തു അൻ മുതല്ലിഖി. സഹിയായ റിവായത്ത് നോക്ക്. നഹവിന്റെ നിയമം ഒത്തിട്ട് പറയുകയാണെങ്കിൽ എന്താ മാന കിട്ടൽ? മാ ഖാറബ്തു അൻ മുതല്ലിഖി വൈദാലം യുഖാലിഉ തലാഖഹ കൈഫ യകൂനു മുഖിറൻ ബിഹി. തലാഖിനോട് അടുത്തിട്ട് പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ തലാഖ് കൊണ്ടുള്ള ഇഖ്റാർ ചെയ്തവനാവല്? വൈന്നമായ യകൂനു ഇഖ്റാറൻ ബിത്തലാഖി. മാ കിത്തു അൻ മുതല്ലിഖി കൊണ്ട് തലാഖ് ചൊല്ലിയവനായി സമ്മതിച്ചവനാവുന്നത് എപ്പോഴാ? അലാ ഖൗലി മൻ യഖൂലു. ഏത് ഖൗലി പ്രകാരമേ ആവുള്ളൂ? ഇന്ന നഫിയഹാ ഇസ്ബാത്തുൻ. ഇന്ന നഫിയഹാ ഇസ്ബാത്തുൻ. എന്താണ് നഫിയിൽ കഥ കടന്നാൽ മർദൂദ്. നഹവിലുള്ള ആ നിയമം എന്താ? അപ്പൊ ഇവിടെ ഹക്കാമത് എന്താ വരുന്നത്? മാക്കിത്തു അൻ മുതല്ലിഖി. അപ്പൊ എന്താ ഉണ്ടാ? ആ തലാഖേ ഇല്ല. തലാഖ് ചെല്ലാൻ അടുക്കുന്ന പോലും ഇല്ലല്ലോ. അവിടെ വഹവീമാമ് ശക്തിയുക്തം തെളിയിക്കുന്ന എന്താണ്? നഹവിലുള്ള രണ്ടാം കൗല് പിടിച്ചിട്ട് എന്ത് ഇഖ്റാർ തന്നെയായി തലാഖായി എന്നാണ് എത്തമതാക്കുന്നത്. വഹവീമാമിന്റെ ഈ കൗലാണ്. ഇവിടെ നഹവിൽ പൊതുവെ അല്ലെങ്കിൽ ഈ മസലയിൽ തലാഖിന്റെ മസലയിൽ തുഹഫ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് പറഞ്ഞതാണ് ഹക്ക്. ആ നിഹായ കഠിനമായിട്ട് എതിർത്തിട്ടുണ്ട്. ചെയ്യും മദ്കൂറ എല്ലാം തർസീഹ് നോക്കിയാൽ പ്രത്യേകം കാണും നിഹായൻ്റെ നീക്കം എങ്ങനെ, അതുപോലെ തുഹഫൻ്റെ നീക്കം എങ്ങനെ. തുഹഫ അനുകൂലമാക്കിയിട്ട് എടുക്കുകയും ഇതിൽ നിന്ന് കാണും. എഴുത്തമദഫി തുഹഫ മാ ഖാലഹുൽ ബഗവി. ബഗവി പറഞ്ഞതാണ് ഹക്ക്. തലാഖ് പണ്ടേ സംഭവിച്ചു. ഈ വാക്ക് കൊണ്ടല്ല തലാഖ്, പണ്ടെന്നെ എന്തായി? ആ ഇഖ്റാറാണിത്. അതേസമയത്ത് പറയുന്നത് നിഹായ ചെയ്യും മദ്കൂറയല്ല പോലും. ശരിയായ നഹവിൻ്റെ ആ മുഅ്തമദായ ഖായിദ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കുന്നു? ഒരു ആയവും തിരിവും കൊടുക്കുന്നില്ല. എന്താവൂല എന്ന് പറയും. ആ ഈ കാര്യം ഫത്വയിൽ 394 വേണ്ടതുപോലെ സമർത്ഥിച്ചത് ഈ ആനത്ത് 4:15 നിഹായ 6:428 നിഹായ. അവിടെ ഷെർവാനിയിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, വായനയിലുള്ള തെറ്റ്. നിഹാൻ്റെ ഇബാറത്ത് കൊടുത്ത ഇബാറത്തു നിഹായ അവിടെ ഒന്ന് നോക്ക്. ഇബാറത്തു നിഹായ, നിഹായൻ്റെ ഇബാറത്ത് എന്താണ്? ഖൗലുൽ ബഗവി ലൗ ഖാല മാ കിത്തു. അവിടെ ഉസീമാമ് പരാതിയാക്കി. ബിഅന്ന നഫിയ ദാഖില അലാ കാദ ലാ യുസ്ബിതുഹു. ബിഅന്ന നഫിയ അദ്ദാഖില അലാ കാദ. കാദയിൽ നഫി കടന്നാൽ ഇസ്ബാതാക്കി മാറ്റിമറിക്കോ? ഇല്ലാ യുഖാല വആഖദ്നാഹു ബിൽഉർഫി. വാവ് വേണം. വആഖദ്നാഹു അത് തന്നെ ലിൽ ഫർഖി എന്നല്ല, ലിൽ ഉർഫി. നമ്മൾ ഈ മസലയിൽ ഏത് കൊണ്ട് മാത്രമാണ് അമൽ ചെയ്യുന്നത്? ഉർഫ്. ഫൈനൽ ഉർഫ, ഉർഫ് ഈ വാക്ക് കൊണ്ട് എന്തിനെ മനസ്സിലാക്കിയെടുത്തു? തലാഖിനെ. ഈ വെറും ഭാഷന്റെ ഈ ഉപയോഗമല്ല പോലും നോക്കിയത്, പിന്നെ ഉർഫാണ് നോക്കിയത്. ഖാലൽ ഉസ്മൂനി ഒന്നും ആകൂല എന്നുള്ള ഈ തെളിവ്. അൽമൈന മാ ഖാറബ്തു അൻ ഉതല്ലിഖി. ഞാൻ നിന്നെ തലാഖ് ചെല്ലാൻ അടുത്തിട്ട് പോലും ഇല്ല എന്നാണ്. വൈദാലം യുഖാരിബു തലാഖഹ
كيف يكون مقرا به وإنما يكون إقرارا بالطلاق على قول من يقول إن نفيها إثبات وهو باطل. നിഹായ സ്ഥാപിച്ചു എന്ത് ബാത്തിലും മർദൂതുമാണ്, എന്താവൂല ആവൂല ആവൂല. പക്ഷേ തുഹഫ ആകും എന്നിടത്തേക്ക് വാക്ക് എത്തിക്കുന്നുണ്ട് കേട്ടാ. നോക്കിക്കോ, വകാന്നഹു ഇന്നമാ ലം യൻദുർ വകാന്നഹു അരി ബഗവി ഇമാമ് ഇന്നമാ ലം യൻദുർ നോക്കിയതേ ഇല്ല. മുറദ്ദഹി ഇന്ദ കസീരീന നഹ്വിൽ അധികരിച്ച പണ്ഡിതന്മാർ റാജിയാക്കിയതായ ഒന്നിലേക്ക്, നഹ്വിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും മെത്തമതാക്കിയ ഒന്നിലേക്ക്. എന്താ മെത്തമതാക്കിയ ഒന്ന്? ആ കാതന്റെ നഫി എന്തല്ല എന്നാണല്ലോ നഹ്വിങ്ങളിൽ നിന്ന് അധികരിച്ച ആളും മെത്തമതാക്കിയ. അത് തിരിഞ്ഞു നോക്കിയതേ ഇല്ല പോലും. ആര്? ആ പിന്നെ ഓർ തിരിഞ്ഞു നോക്കിയത് നഹ്വിൽ എവിടത്തേക്കാ? രണ്ടാം കൗലിലേക്ക്. അത് ലിഅന്നഹു ളഈഫുൻ ഇൻദഹു അന്ന നഫിയ കാദ ലൈസ ഇസ്ബാതൻ എന്നത് ളഈഫുൻ ഇൻദഹു എന്തായി? ആ അങ്ങനെ ആയിരിക്കും. നഹ്വ് പറയുന്നിടത്തും തന്നെ വഹവി ഇമാമ് ഏതാന്ന് മുറുകെ പിടിക്കുന്നത്? ആ നഹ്വിലുള്ള നിയമത്തിൽ തന്നെ അവർ മാറ്റമായിട്ടുണ്ടാവും. നഹ്വി നിങ്ങൾ പാസ്സാക്കിയതല്ല. ആ അപ്പൊ നഹ്വിൽ പൊതുവെ തന്നെ അങ്ങനെ ആയിരിക്കും. ഇത് ശരിവെക്കല്ലേ ഇന്ന് വേറെയും കുറെ വിഭാഗത്തിന് അങ്ങനെ യോജിപ്പുണ്ട്. എന്ത്? അതും അല്ലെങ്കിൽ ഒരു ന്യായത്തല്ലേ ഉർഫി. നഹ്വിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. നോക്ക്, അങ്ങനെ തന്നെയാണ് ബഗവി ഇമാം വിശ്വസിക്കുന്നതും എന്ന് കരുതുന്നെങ്കിൽ ഉർഫ് കൊണ്ട് അമൽ ചെയ്തതായിരിക്കും. തലാഖിന്റെ വിഷയത്തിൽ പൊതുവെ നഹ്വില് കാതക്കത്ത് ഇസ്ബാത്തായ ഇസ്ബാത്ത് തന്നെയാണെന്നും എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഇവിടെ ഏതുകൊണ്ട് അമൽ ചെയ്തു? ഉർഫെന്താ? മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സാധാരണ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കും. എങ്ങനെയായാലും ബഗവി ഇമാമിന്റെ തീരുമാനം എന്ത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. അത് തുഹഫ ശരിയും വെച്ചില്ലേ? തർജമത്തു തലാഖി, തലാഖിന്റെ പരിഭാഷയോ വലോ മിമ്മൻ അഹ്സനൽ അറബിയ്യത്ത, അറബി വേണ്ടുവോളം അറിയാം അങ്ങനെയുള്ള ആൾ തനി അറബിക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ അജമിക്കാരൻ തന്നെ അറബി അറിയാം, എല്ലാം പെട്ട് എങ്ങനത്തെ ആളായാലും ഇല്ല അജമിയത്തി, അജമി ഭാഷയിൽ. അജമി ഭാഷ എന്ന് പറഞ്ഞാൽ അജം എന്ന നാട്ടിലുള്ള ഭാഷ എന്നാണ്, അങ്ങനെ അർത്ഥം കിട്ടൽ. അതുകൊണ്ടാണ് ബിൽ അജമിയത്തി എന്ന് പറയുന്നിടത്ത് വഹിയ മാഅദൽ അറബിയ്യത്താൻ ഖാസ് പറഞ്ഞിട്ട് അമാ മുറാദ്. കോൾഗേറ്റ് ഉണ്ടാന്ന് പറഞ്ഞതുപോലെ പേസ്റ്റ് ഉണ്ടാന്നല്ലേ ചോദ്യം, കോൾഗേറ്റ് ഉണ്ടാകും. അജമിയ്യത്ത് എന്ന് പറഞ്ഞാൽ അജം എന്നൊരു നാടുണ്ട്, ആ നാട്ടിലുള്ള ഭാഷ എന്നാണ്. അതല്ല ഇവിടെ മുറാദ്. പിന്നെ മൊത്തപ്പെട്ടു അത് സ്വരീഹുൻ അലൽ മദ്ഹബി. തലാഖിന്റെ സീഗ സ്വരീഹാണെങ്കിൽ തർജ്ജമയും തന്നെ നേരെ തർജ്ജമ എടുക്കണം. അതിന്റെ ഒറിജിനൽ പരിഭാഷ എടുക്കുമെങ്കിൽ എന്തായി? ലിശുഹ്റത്തി ഇസ്തിഅമാലിഹാ ഇൻദഹും ഫീ മാനാഹാ ശുഹ്റത്തൽ അറബിയ്യത്തി ഇൻദ അഹ്ലിഹാ. ലിശുഹ്റത്തി ഇസ്തിഅമാലിഹാ തർജ്ജമന്റെ ഉപയോഗം പ്രസിദ്ധപ്പെട്ടു കഴിഞ്ഞു. ഇൻദഹും അജമിക്കാരുടെ അടുക്കൽ ഫീ മാനാഹാ
ഫീ മഅനാഹ തർജമന്റെ മാനയിൽ എത്ര കണ്ട് പ്രസിദ്ധപ്പെട്ടു? ശുഹ്റത്തുൽ അറബിയ്യത്തി ഇൻദ അഹ്ലിഹ. എന്താണ് ആ അത്ര തന്നെ ബഹുമാനവും ആദരവും ആർക്കുണ്ട്? ഇനി ഒരു നിയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതിൽ പണ്ഡിതന്മാർ അലൽ മദ്ഹബി എന്നാ പറഞ്ഞത്. തലാഖിന്റെ സീഖ തന്നെ അറബിയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോൾ, ഉദാഹരണം അന്തി താലിഖുൻ, അന്തി മുതല്ലഖത്തുൻ, സൗജത്തി മുതല്ലഖത്തുൻ, തല്ലഖ്തുകി, ഇതെല്ലാം അറബിയിൽ സ്വരീഹ തന്നെയല്ലേ, ഇജ്മാ കൊണ്ട് അറിയപ്പെട്ടതല്ലേ. അത് പരിഭാഷപ്പെടുത്തുമ്പോഴേക്ക് അഭിപ്രായ ഭിന്നത വന്നു. മുഹത്തമത പ്രകാരം പ്രശ്നമൊന്നുമില്ല, അറബിൻ്റെ അതേ ബഹുമാനം നിലകൊണ്ട്. സാനി അനുസരിച്ചോ കിനായത്തെ ആവുള്ളൂ, ഇതിലേക്ക് ആവശ്യം വരും, കടുപ്പം കുറഞ്ഞു പോലും. അമ്മാ തർജമത്തു അൽ ഫിറാഖി വസറാഹി, ഫിറാഖിന്റെയും സറാഹിന്റെയും പരിഭാഷയോ ഫകദാലിക ഇതിൽപ്പെട്ടത് തന്നെയാണ്, പെട്ടതാണ്. അലാ മഖ്തല്ലാഹു ളാഹിറു അസ്ലിഹി, മുഹറർ തേടിയത് പ്രകാരം. മുഹറർ അങ്ങനെയാണ് വിളിച്ചറിയിക്കുന്നത്. എന്ത്? ഫിറാഖിന്റെയും സറാഹിന്റെയും പരിഭാഷ എന്താകും? സരീഹ് തന്നെയാണ്. വയതമദഹുൽ അസ്റായിയു വനുഖില അൻ ജമിൻ അൽ ജസ്മു ബിഹി. ആ നല്ല ഫത്വയിൽ മുഹത്തമദാക്കിയിട്ടുണ്ട്. തലാഖിന്റെ സീഖ മാത്രമല്ല, തലാഖിന്റെ പരിഭാഷ മാത്രമല്ല, സ്വരീഹ്. പിന്നെ ആ ഫത്വയിൽ പറഞ്ഞത് മുഹറർ അംഗീകരിച്ചത് പ്രകാരം അസ്റായി മുഹത്തമദാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ഒരു ജംഅ് പറഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് എന്തെന്നായി? സരീഹന്നായി. എന്ത് തന്നെ ആയാലും ലാക്കിന്നല്ലദീ ഫി അസ്ലി റൗള വറുയ്യാനി വഖറാഹുമാ അന്നഹുമാ കിനായത്തുൻ. എന്തേ ആവുള്ളൂ? അതാണ് എപ്പം വ്യക്തമാക്കുന്നത്. ലിബുദിഹാനിൽ ഇസ്തിമാലി. കൂടാതെ വേറെയുണ്ട് കാരണം ഫിറാഖ് സറാഹ് എന്ന പദം തന്നെ ശരിയാണോ അല്ലേ എന്നുള്ള ഈ കൗലാന്യാണ്. അപ്പം പിന്നെ വേറെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നല്ലോണം വന്ന് ഒന്നിനും കൊള്ളാണ്ടായി. ഒരു വിഭാഗം പറയുന്ന തലാഖ് എന്ന പദത്തിന്റെ അതേ ബഹുമാനം ഏതിനുണ്ട്? ഫിറാഖിനും സറാഹിനും ഉണ്ട്. അപ്പൊ തല്ലഖ്തുക്കിന്റെ പരിഭാഷ എടുത്താൽ ശരിയാകുന്നില്ലേ? ഫാറഖ്തുക്കി അവിടെയും തന്നെ സറഹ്തുക്കി തന്നെയാണ്. അതേ സമയത്ത് തല്ലഖ്തുക്കി എന്നതിൽ ഖിലാഫ് പോലും ഇല്ലല്ലോ അറബിയിലാകുമ്പോ. എന്നിട്ട് പോലും പരിഭാഷയ്ക്ക് എത്തണ്ടായി ഖിലാഫ് വന്നല്ലോ. ആ സ്ഥിതിക്ക് പണ്ട് തന്നെ ഫിറാഖ് എന്ന പദവും സറാഹ് എന്ന പദവും എന്തല്ല മഷഹൂറായ കൗലനുസരിച്ച് മാത്രമാണ് സരീഹായത്. സാനി അനുസരിച്ച് എന്തായിട്ട് പോലും ഇല്ല. എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയാൽ ഇനി സരീഹായി ബാക്കി നിൽക്കുക? എന്തായാലും കുത്തയ്യൂലേ, കിനായത്തായി രൂപാന്തരപ്പെടൂലേ?